വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കടന്നാക്രമിച്ച ഹൈക്കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചത് എന്തിനാണ്, പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡെന്നും ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ ചോദിച്ചു. ദേവസ്വം ബോർഡിന്റെ ചുമതല എന്താണെന്നും ഹൈക്കോടതി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി ഇത്തരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കടന്നാക്രമിച്ചത്. വിവരങ്ങൾ. നിലവ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതല്ല, മറിച്ച് എ പത്മകുമാർ, മുരാരി ബാബു, അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ, ഈ 3 പേരുടെയും ജാമ്യാപേക്ഷകൾ പരിഗണിച്ച സമയത്ത് അതിൽ വാദം നടക്കുന്ന വേളയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വിമർശനം ദേവസ്വം ബോർഡിന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഉന്നയിച്ചിട്ടുള്ളത്. എന്തിനാണ് ദേവസ്വം ബോർഡ്, പിന്നെ എന്താണ് ദേവസ്വം ബോർഡിന്റെ ജോലി എന്നുള്ള ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് എന്താണ് ചുമതല എന്നുള്ളതും ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇന്ന് ഈ 3 പേരുടെ ജാമ്യ ഹർജികളിൽ വാദമാണ് ഹൈക്കോടതിയുടെ മുന്നിൽ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ വാദം ആരംഭിച്ചത് ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ്. ഗോവർദ്ധൻ ഹൈക്കോടതി നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്, ഈ ശബരിമലയിലെ നിലവിലെ ശ്രീകോവിൽ അടക്കം, അതിന്റെ വാതിൽപ്പാളി അടക്കം സ്വർണം പൂശിയത് താനാണ്. 35 ലക്ഷം രൂപ ആയിട്ടുണ്ട്. താനൊരു വലിയ അയ്യപ്പ ഭക്തനാണ്. ഈ വാതിൽപ്പാളികൾ സ്വർണം പൂശിയതിന്റെ വാറണ്ടി രേഖകളടക്കം തന്റെ പക്കലുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് 30 വർഷത്തെ വാറണ്ടി രേഖകളാണ് തനിക്ക് നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ സ്വർണത്തിന്റെ മൂല്യത്തിന് തുല്യമായിട്ടുള്ള തുക 2019 DD ആയിട്ട് താൻ നൽകിയിട്ടുണ്ട്. UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളിയിൽ വിടവുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് തന്നെ വീണ്ടും സ്വർണം പൂശുവാനായിട്ട് ഏൽപ്പിച്ചത്. 1.4 കോടി രൂപയാണ് ഇതുവരെ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് താൻ ചെലവഴിച്ചതെന്നാണ് ഗോവർദ്ധൻ ഈ ജാമ്യാപേക്ഷയിൽ വാദം നടന്ന വേളയിൽ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ കോടതി അപ്പോൾ ഒരു ചോദ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. എത്രയധികം സംഭാവനകൾ ചെയ്യാൻ തക്ക ധനികനാണ് ഗോവർദ്ധൻ എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. തനിക്ക് അത്രയും ധനം ഉണ്ട് എന്നുള്ള മറുപടി ഗോവർദ്ധന്റെ അഭിഭാഷകൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രോസിക്യൂഷന്റെ വാദം ആരംഭിച്ച ഘട്ടത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നേരെ തിരിഞ്ഞിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാ ചുമതലകളും ഏൽപ്പിച്ചു എന്നുള്ള ഒരു ധാരണയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം വാദമായിട്ട് ഉന്നയിക്കപ്പെട്ട സമയത്താണ് ഈ ദേവസ്വം ബോർഡിന് എന്താണ് ചുമതല, ദേവസ്വം ബോർഡിന് പിന്നെ എന്താണ് ജോലി എന്ന തരത്തിലൊരു ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് പല ജാമ്യാപേക്ഷകളും പരിഗണിച്ച സമയത്ത് ദേവസ്വം ബോർഡിന് നേരെ വിമർശനം ഉന്നയിച്ചതാണ്. കാരണം പലപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബലിയാടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ ഒരു സഹായിക്കുന്ന തരത്തിലുള്ള വാദഗതികൾ തന്നെയാണ് സർക്കാർ ഹൈക്കോടതിയിലടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കേവലം ഇടനിലക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും പങ്കജ് ഭണ്ഡാരിയിലേക്കും ഗോവർദ്ധനിലേക്കും മാത്രം ഈ കേസ് കേന്ദ്രീകരിക്കാനായിട്ടുള്ള ഒരു ശ്രമം നേരത്തെ തന്നെ SIT നടത്തിയിരുന്നു. ഈ 3 പേരും ഗൂഢാലോചന നടത്തി എന്നുള്ളതായിരുന്നു SIT നേരത്തെ നൽകിയ റിപ്പോർട്ട്. പക്ഷേ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്കെതിരെ ചെറിയ രീതിയിലുള്ള കണ്ടെത്തലുകളും റിപ്പോർട്ടും മാത്രമായിരുന്നു SIT നൽകിയത്. പക്ഷേ ഹൈക്കോടതി ഉന്നയിക്കുന്നത് എല്ലാത്തിന്റെയും കസ്റ്റോഡിയനായിട്ടുള്ള, അതായത് അമൂല്യ വസ്തുക്കളുടെ ആണെങ്കിലും. രേഷ്മ, തുടരുക. ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇന്ന് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അതിരൂക്ഷമായി കടന്നാക്രമിച്ചിരിക്കുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു. അത് എന്തിനാണ് ഉണ്ടായത്? മാത്രവുമല്ല, അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡ് എന്തിനാണ് നിലകൊള്ളുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പോലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എങ്ങനെ കാണാം ഹൈക്കോടതിയുടെ പരാമർശത്തെ? ദേവസ്വം ബോർഡ് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം വളരെ കൃത്യമാണല്ലോ. മോഷ്ടിക്കാനും കൊള്ളയടിക്കാനും ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കാനും വേണ്ടി ഒരു സർക്കാർ നിർമ്മിതമായ സംവിധാനത്തിന് പറയുന്ന പേരാണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ആ പരാമർശത്തിൽ സാധാരണ ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു അത്ഭുതവും തോന്നില്ല. തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ ആ വിമർശനത്തിനെ നമ്മൾ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ എടുക്കുമ്പോൾ സ്വാഭാവികമായും ശരിയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് വർഷങ്ങളായി നടക്കുന്ന കാട്ടുകൊള്ളയാണ്. ആ കാട്ടുകൊള്ള അപ്രകാരം അവിടെ നടക്കുന്നുണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ടാണല്ലോ ഹൈക്കോടതി ഒരു സ്പെഷ്യൽ കമ്മീഷണറെ, ഒരു ജില്ലാ ജഡ്ജി റാങ്കിലുള്ള ഒരാളെ തന്നെ അവിടെ നിയമിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ യഥാസമയം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിയമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ വലിയ വലിയ ഉപഗ്രഹങ്ങൾ ശബരിമല സന്നിധാനത്തുണ്ട്.
ശബരിമലയിൽ വീഴുന്ന ഓരോ നാണയത്തൊട്ടും, ഓരോ ഭക്തനും അർപ്പിക്കുന്ന ഓരോ നാണയത്തൊട്ടും ഒരു മോഷ്ടിച്ചെടുക്കണമെന്ന ആഗ്രഹമുള്ള ധാരാളം ഉണ്ണികൃഷ്ണൻ പോറ്റിമാരാൽ സമ്പന്നമാണ് ശബരിമല. ഈ രാഷ്ട്രീയ ഉദ്യോഗം തന്നെയാണല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. 2 വർഷക്കാലത്തേക്ക് എന്തിനാണ് ഈ നേതാക്കന്മാർ അരയും തലയും മുറുക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും പ്രസിഡന്റ് ആകണം, എങ്ങനെയെങ്കിലും മെമ്പർ ആകണമെന്ന് ആഗ്രഹിക്കുന്നത്? മോഷണം തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. കൊള്ളയടിക്കുക, ഹൈന്ദവന്റേതായിട്ടുള്ള എല്ലാത്തിനെയും നശിപ്പിക്കുകയും ഹിന്ദുമത സംസ്കാരത്തെ ഇല്ലാതാക്കുകയും ദേവചൈതന്യത്തെ നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഈ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞതിനകത്ത് വാസ്തവമുണ്ടെങ്കിലും നാണമുള്ളവർക്ക് മാത്രമേ അത് ബാധിക്കുകയുള്ളൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരളത്തിലെ 5 ദേവസ്വം ബോർഡിലെ അംഗങ്ങൾക്കും അവിടുത്തെ ഉദ്യോഗസ്ഥ നേതൃത്വത്തിനും ഒന്നും തന്നെ ഇത്തരത്തിലുള്ള പരാമർശം ഒന്നും ഇവരെ കാണ്ടാമൃഗങ്ങളെക്കാൾ തൊലിക്കട്ടിയുള്ള വിഭാഗമാണ്, കുറുവാ സംഘമാണ്. അതുകൊണ്ട് ഇതൊന്നും അവരെ ഏൽക്കുകയില്ല. ഹൈക്കോടതി ഇതിന്റെ അന്വേഷണം ഉടനടി തന്നെ, ഇത്രയൊക്കെ നിരീക്ഷണം ഹൈക്കോടതി നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിന്റെ അന്വേഷണം ഒരു CBI പോലെയുള്ള ഒരു ഏജൻസി ഏൽപ്പിക്കാത്തത് എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉടൻ തന്നെ ഈ SITയുടെ അന്വേഷണം മാറ്റിയതിനു ശേഷം ഇത് നല്ല ഒരു അന്വേഷണ ഏജൻസി ആയിട്ടുള്ള CBI ഏൽപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും അഭ്യർത്ഥനയും. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഒരു കാര്യം കൂടി, ഈ സ്പോൺസർമാരുടെ ഒരു സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് പോലും ഹൈക്കോടതി സംശയം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. ഗോവർദ്ധനോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ്, 1.4 കോടി രൂപ ശബരിമലയ്ക്കായി താൻ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ധനികനാണോ? ഇത്രമാത്രമൊക്കെ തുക ശബരിമലയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ എന്താണ് സാമ്പത്തിക ഭദ്രത എന്നതടക്കം ചോദിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഹൈക്കോടതി. അത് സമാന സാഹചര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം. നാളിതുവരെ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ പോലും, പോട്ടെ ഇൻകം ടാക്സ് അടയ്ക്കണമെന്നില്ല, നാളിതുവരെ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ പോലും സമർപ്പിക്കാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ കഴിഞ്ഞ 19-20 വർഷക്കാലമായി ശബരിമലയിലെ എല്ലാ സ്പോൺസർഷിപ്പിനും നേതൃത്വം നൽകുന്നത്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ ഈ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്താണല്ലോ ശബരിമലയിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ ശബരിമലയിൽ നടക്കും. ഒരു പൈസ വേണ്ട. അയ്യപ്പനെ കക്കാനുള്ള തന്റെ ഇടമുള്ള ഏതൊരു വ്യക്തിക്ക് ശബരിമലയിലെ ഏത് കാര്യത്തിലും ഇടപെടാൻ സാധിക്കുമെന്നുള്ളതാണ് ഗോവർദ്ധനിൽ കൂടി കാണുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ കൂടി കാണുന്നത്. ഇതേപോലെ 100 കണക്കിന് ഗോവർദ്ധന്മാരും 100 കണക്കിന് ഉണ്ണികൃഷ്ണൻ പോറ്റിമാരും ശബരിമലയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബാക്കി ക്ഷേത്രങ്ങളിലും വട്ടമിട്ട് പറക്കുന്നുണ്ട്. അവരെയൊക്കെ തന്നെ പൊതുജനം കൈകാര്യം ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാകും. ആ ദിവസം വളരെ അതിവിദൂരമായിട്ടൊന്നും സംഭവിക്കുന്നതല്ല, അടുത്ത് തന്നെ അപ്രകാരമുള്ള ഒരു കൈകാര്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ളത് വാസ്തവമാണ്. സ്വാഭാവികമായും ഈ ദേവസ്വം ബോർഡ് പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നതിലൂടെ തീർത്തും രാഷ്ട്രീയമായ ഒരു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലൊരു സംവിധാനം ആവശ്യമുണ്ടോ എന്നതിലേക്കടക്കം ചർച്ച വഴിതിരിച്ചുവിടാവുന്ന ഒരു സാഹചര്യമില്ലേ ഇപ്പോൾ? ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് തന്നെയാണല്ലോ കേരളത്തിലെയും ഭാരതത്തിലെയും പ്രധാനപ്പെട്ട എല്ലാ ഹൈന്ദവ സംഘടനകളും ആവശ്യപ്പെടുന്നത്. ക്ഷേത്രങ്ങൾ ഭക്തന്മാരുടെയാണ്. അതാത് സമൂഹത്തിലെ ഭക്തന്മാർക്ക് അതാത് ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം കൊടുക്കണം, ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡുകളിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന പ്രമാണം ഈ രാജ്യത്തുണ്ടിപ്പോൾ. അതിൽ ധാരാളം ആൾക്കാർ ആ ഒരു സന്ദേശത്തിനെ ഏറ്റുപിടിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ല, കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകളും പിരിച്ചുവിട്ടുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളെയും അതാത് പ്രദേശത്തെ ഭക്തജനങ്ങളുടെ ഭരണ സൗകര്യത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം ഉണ്ടാകുകയുള്ളൂ. കിട്ടുന്ന പണം വൃത്തിയായിട്ട് അവിടെ ഉപയോഗിക്കുകയുണ്ടാകത്തുള്ളൂ. ആ പണം യാതൊരുവിധമായ അഴിമതിയും കൃത്രിമവും ഇല്ലാതെ ആ ഭക്തന് വേണ്ടി ആ ഭക്തന്മാർ സമർപ്പിക്കുന്ന നിസ്സാര നാണയത്തുട്ടുകൾ പോലും കൃത്യമായി വിനിയോഗിക്കുമെന്നുള്ള കാര്യം കൃത്യമാണ്. അതുകൊണ്ട് ഹൈക്കോടതി ഈ പ്രകാരം ദേവസ്വം ബോർഡ് എന്തിനാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നാണമുള്ളവർക്കല്ലേ അത് ഏക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് ഇതൊന്നും ഏക്കത്തില്ലല്ലോ. ഇനിയും അതെ, അതാണ് സാഹചര്യം. ഇപ്പോൾ ശശികല ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ടീച്ചർ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചത് എന്തിനാണ് എങ്കിൽ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസക്തി എന്താണ്? എന്തിനാണ് ഇങ്ങനെയൊരു സംവിധാനം എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്? ടീച്ചർ, ആ ചോദ്യം തീർച്ചയായും ഓരോ ഭക്തന്റെയും ഉള്ളിൽ വരുന്ന ചോദ്യമാണ്. കാരണം അവിടെ വളരെ ഭംഗിയായിട്ട് അന്നദാനവും അല്ലെങ്കിൽ ചുക്കുവെള്ള വിതരണം ഇതൊക്കെ അവിടുത്തെ സന്നദ്ധ സംഘടനകൾ, ഹൈന്ദവ സംഘടനകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത് അന്യായമാണ് എന്ന് പറഞ്ഞിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അവരെയൊക്കെ ആ സന്നിധാനത്ത് നിന്ന് പുറത്താക്കിയത് ഇതേ ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് വർഷങ്ങളായി ഒരു പോറ്റി കിടന്ന് വിളയാടിയത്. ഏകദേശം ചുക്കുവെള്ളം കൊടുക്കാൻ പുറത്തുനിന്ന് ഒരാൾക്ക് പാടില്ല എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡാണ്
ഇത്രയും വിലപിടിപ്പുള്ള അത് വില മതിക്കാൻ സാധിക്കാത്ത ഈ സ്വർണ്ണ ഉരുപ്പടികൾ ഒരാളുടെയും അല്ലെങ്കിൽ ഒരാളുടെ എസ്കോർട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും ഇല്ലാതെ നാട് മുഴുവൻ തെണ്ടാൻ എവിടെയായിരുന്നു 10-30 ദിവസം എവിടെയായിരുന്നു എന്ന് അറിയാത്ത വിധത്തിൽ തെണ്ടാൻ വരെ പിന്നെ അധികാരം കൊടുത്തുകൊണ്ട് അയ്യപ്പനെ വരെ എടുത്ത് പോറ്റിയുടെ കയ്യിൽ കൊടുത്തത് ഇതേ ദേവസ്വം ബോർഡാണ്. ഭക്തജന സംഘടനകളെയും ഹൈന്ദവ സമൂഹത്തെയും ഒക്കെ അവിശ്വാസത്തോടു കൂടി മാറ്റി നിർത്തിയവരാണ് ഈ പോറ്റിയെ അവിടെ കയറി വിളയാടാൻ സമ്മതിച്ചത്. അതുകൊണ്ടാണ് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് എന്ന് പറയുന്നത്. ക്ഷേത്രത്തിന്റെ പരമാധികാരി ഞങ്ങളാണ് എന്ന് എത്ര വട്ടം യുവതി പ്രവേശന സമയത്ത് അഹങ്കാരത്തോടെ പറഞ്ഞിരുന്നൊക്കെ നമുക്കറിയാം. അതല്ലാത്ത സമയത്തും അവിടുത്തെ ഓരോ കാര്യങ്ങൾക്കും അവർക്ക് മാത്രമാണ് അധികാരം എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പോറ്റി, ആ പോറ്റിയാണ് മറ്റുള്ളവരിൽ നിന്ന് വഴിപാടുകൾ അല്ലെങ്കിൽ സമർപ്പണം സ്വീകരിക്കുന്നത്? ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ടല്ല. അങ്ങനെ എത്ര ഈ കൊണ്ടുപോയതൊന്നുമല്ല, ഈ സ്വർണം കൊണ്ടുപോയതല്ല. അങ്ങനെ എത്ര പേരിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞ സ്വർണം വാങ്ങിയിട്ടുണ്ട് നമുക്കറിയില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പരിപൂർണമായ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന സർക്കാരിനാണ്. അന്ന് ഓരോ കാര്യങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് യുവതി പ്രവേശന സമയത്ത്. അവിടുത്തെ ഇപ്പൊ ഈ പറഞ്ഞവര് പറയുന്നു ഇപ്പൊ ക്ഷേത്രത്തിലെ തന്ത്രിയാണ് അല്ലെങ്കിൽ ഇവർ ആരെയും തൊടിയിക്കാതെ, തന്ത്രിയോ അല്ലെങ്കിൽ രാജകുടുംബത്തെ ഇവരൊന്നും തൊടിയിക്കാതെ ഇത്തരം കാര്യങ്ങളിൽ അന്ന് അഭിപ്രായം പറഞ്ഞിരുന്നത് പത്രസമ്മേളനം നടത്തിയിട്ട് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒക്കെയാണ്. അപ്പൊ അവരാണ് ഇതിന്റെ പരമാധികാരികൾ. അവിടെ അരിതാത്ര എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ അടിത്തട്ടിലല്ല, ഈ മുകൾത്തട്ടിലുള്ളവർക്കുണ്ട് എന്നത് വാസ്തവമാണ്. അപ്പൊ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴില് 10-100 ക്ഷേത്രങ്ങൾക്ക് ദേവസ്വം നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിന് പറയുന്നത് ആ ക്ഷേത്രം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പല ക്ഷേത്രങ്ങളും നട്ടപ്പാതിര നേരത്തെ പിടിച്ചെടുത്തിട്ടുണ്ട്. പറയുന്ന ന്യായം അവിടെ അഴിമതി നടക്കുന്നു അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും മിസ്മാനേജ്മെന്റ് നടക്കുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ 10-100 രൂപ വരുമാനം തികച്ചില്ലാത്ത ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ 4-3-7 കൂട്ടിയത് 6 എന്ന് അത്ര നിസ്സാരമായ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കാനുണ്ടാവുക. ചിലടത്ത് അതുപോലെ ചൂണ്ടിക്കാണിക്കുന്നുമില്ല. അത്തരം ചെറിയ കാര്യങ്ങൾക്ക് പോലും ക്ഷേത്രം അതുവരെ ഭരിച്ചിരുന്നവരിൽ നിന്ന് ദേവസ്വം ബോർഡിലേക്ക് പിടിച്ചെടുക്കാനുള്ള അധികാരം ഉണ്ടെങ്കിൽ ഇത്രയും ശതകോടികളുടെ അഴിമതി നടന്നതിനപ്പുറത്തേക്ക് ഭക്തജനങ്ങളുടെ വിശ്വാസം തന്നെ നശിപ്പിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തികൾ ചെയ്തവര്, തീരെ ഉത്തരവാദിത്വ ബോധം ഇല്ലാതെ പെരുമാറിയവര്, അവർക്ക് ആ ക്ഷേത്രം തുടർന്ന് ഭരിക്കാൻ അധികാരമുണ്ടോ? ആ ചോദ്യം കൂടിയാണ് കോടതിയിൽ നിന്ന് ചോദിക്കേണ്ടത്. ആ ചോദ്യമാണ് ഇവിടുത്തെ ഭക്തർ പ്രതീക്ഷിക്കുന്നത്. ഇനിയും എന്തിനാണ് ഈ ക്ഷേത്രങ്ങളുടെ ദേവസ്വം ബോർഡ് അടങ്ങിയിരിക്കുന്നത്? എന്തിനാണ് സർക്കാരിന്റെ നിയന്ത്രണം? ഇതാണ് ഇനി കോടതിയിൽ നിന്ന് നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം. അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും. വളരെയധികം നന്ദി ശശീല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു കൂടി ചേരുകയാണ്. ശ്രീ RV ബാബു, ഹൈന്ദവ സംഘടനകൾ ചോദിക്കുന്ന ഒരു കാര്യം, എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് എന്ന്, അതേ ചോദ്യം തന്നെ ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. എന്തിനാണ് ദേവസ്വം ബോർഡ്, എന്ത് ചുമതലയാണ് ദേവസ്വം ബോർഡ് നിറവേറ്റുന്നതെന്ന ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നു. ശ്രീ RV ബാബു, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, കേൾക്കുന്നില്ലേ? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഹൈക്കോടതി ഉയർത്തിയിട്ടുള്ള വിമർശനം വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ഉയർത്തിയ വിമർശനങ്ങളാണ്. ദേവസ്വം ബോർഡ് വെറും നോക്കുകുത്തിയാണ്. പലപ്പോഴും ദേവസ്വം ബോർഡ് ഒരു വെള്ളാനയെ പോലെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ ലാവണങ്ങളായിട്ട് ഉപയോഗിക്കാൻ മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ സംവിധാനം നിലനിൽക്കുന്നത് എന്ന കാര്യം അത് വർഷങ്ങളായിട്ട് ഹൈന്ദവ സംഘടനകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോ ആ കാര്യം തന്നെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഹൈക്കോടതി പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് ഹൈക്കോടതിക്ക് അതിനെ സംബന്ധിച്ച് ബോധ്യം വന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹൈക്കോടതി ആ നിലയ്ക്ക് ഒരു അഭിപ്രായം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്, യാതൊരു സംശയമില്ല. ദേവസ്വം ബോർഡ് ഒരു വെള്ളാനയെ പോലെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന, ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തുന്ന, അന്യാധീനപ്പെടുത്തുന്ന ഒരു സംവിധാനമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ പൊളിറ്റിക്കൽ നോമിനികളെ, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റുകൾ നടത്താൻ വേണ്ടിയിട്ട് ദേവസ്വം ജീവനക്കാരായിട്ട് വരുന്നവരൊക്കെ ആരായിരുന്നു മുൻപ്? ഈ അടുത്ത കാലത്തല്ലേ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വന്നത്. അപ്പോൾ CPM ഭരിക്കുമ്പോൾ CPM-കാരായിട്ടുള്ള ആൾക്കാർ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ദേവസ്വം ജീവനക്കാരായിട്ട്, ക്ഷേത്രത്തിൽ പോകാത്തവരെ, ക്ഷേത്രം കണ്ടാൽ മുഖം തിരിച്ചു നിൽക്കുന്നവരെയൊക്കെ ക്ഷേത്ര ജീവനക്കാരായിട്ട് അപ്പോയിന്റ് ചെയ്ത് അങ്ങനെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും നശിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടേ. അപ്പൊ ഇപ്പോ ഹൈക്കോടതിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി ചെയ്യേണ്ടത് ഈ സംവിധാനം പരിഷ്കരിക്കാൻ തക്ക രീതിയിലുള്ള ഗൗരവമായ സ്റ്റെപ്പ് എടുക്കലാണ്. ഈ ദേവസ്വം ബോർഡ് ഭക്തജനങ്ങൾക്ക് ഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇപ്പൊ നിലവിലുള്ള സംവിധാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ വന്ന സമയത്ത് ഹൈക്കോടതി എടുത്ത നിലപാടെന്തായിരുന്നു? അപ്പോൾ ഹൈക്കോടതിക്ക് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി ഗൗരവമായിട്ട് ഇടപെടാൻ കഴിയും.
ഹിന്ദു ക്ഷേത്രങ്ങളെ രക്ഷിക്കാനായിട്ട് സർക്കാർ തയ്യാറല്ലെങ്കിൽ ആ ബാധ്യത ചുമതല കേരള ഹൈക്കോടതി ഏറ്റെടുത്ത് നടപ്പാക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ രേഷ്മ ബാബു കൂടി ചേരുകയാണ്. രേഷ്മ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ആരുടെയെങ്കിലും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനം ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ രേഷ്മ? നിലിമ, പേരെടുത്ത് പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ 3 ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതിയുടെ മുന്നിൽ വാദം നടക്കുകയാണ്. പക്ഷേ ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും, അതായത് SITയുടെ ഭാഗത്തു നിന്നും ഈ വാദം നടന്ന വേളയിലാണ് ഈ ഹൈക്കോടതി ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് പിന്നെന്താണ് ജോലി, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാം ഏൽപ്പിച്ചത് എന്തിന് എന്നുള്ള ഒരു തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റ് ഒരു കാര്യം കൂടി ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശമായിട്ട് വന്നിട്ടുണ്ട്. അതായത് പത്മകുമാറിന്റെ വാദഗതി നടന്ന സമയത്ത് പത്മകുമാർ കോടതിയിൽ ഉന്നയിച്ച ഒരു കാര്യം, താൻ മനഃപൂർവ്വം അല്ലെങ്കിൽ ദുരുദ്ദേശപരമായിട്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തലുകൾ നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വാദം. പക്ഷെ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് ബുദ്ധിപൂർവ്വം കുറ്റം ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പിച്ചള ചെമ്പ് എന്നുള്ളത്, പിച്ചള ചെമ്പെന്നത് പിച്ചള എന്നത് ചെമ്പെന്ന് എഴുതി ചേർത്ത് എന്നുള്ളതാണ് ഹൈക്കോടതി ഇപ്പോൾ ഉന്നയിച്ച ഒരു പരാമർശം. അതായത് നേരത്തെ കോടതിയിലെ SIT കൊടുത്ത റിപ്പോർട്ട് പത്മകുമാറിനെതിരായിട്ടുള്ളതായിരുന്നു. പത്മകുമാർ മിനിറ്റ്സിൽ മനഃപൂർവ്വം ചില രേഖപ്പെടുത്തലുകൾ നടത്തി, പിച്ചള എന്നത് ചെമ്പെന്ന് രേഖപ്പെടുത്തി എന്നുള്ളതായിരുന്നു അതിൽ പ്രധാനമായിട്ടും ഉന്നയിച്ച ഒരു SITയുടെ കണ്ടെത്തൽ. അതിന്ന് പത്മകുമാർ ദുരുദ്ദേശമില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് ഹൈക്കോടതി പറഞ്ഞത് ബുദ്ധിപൂർവ്വം കുറ്റം ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ എഴുതി ചേർക്കുന്നതെന്നാണ് പത്മകുമാറിന് മറുപടിയായിട്ട് ഹൈക്കോടതി ഉന്നയിച്ചത്. അത് ഏറെ പ്രസക്തമായിട്ടുള്ള പരാമർശം തന്നെയാണ്, നിരീക്ഷണം തന്നെയാണ്. കാരണം പത്മകുമാർ ഉന്നയിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡിന് പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതാണ്. തനിക്ക് മാത്രമല്ല, ദേവസ്വം ബോർഡിൽ ആ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ഒരു വാദം പത്മകുമാർ ഉന്നയിച്ചു. പക്ഷേ SITയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ മിനിറ്റ്സിൽ മനഃപൂർവ്വം തിരുത്തൽ വരുത്തിയ ഒരാളാണ് പത്മകുമാർ എന്നുള്ളതാണ്. പക്ഷേ ആ തിരുത്തലുകൾ ബോധപൂർവമല്ല, മറിച്ച് അതിനൊരു ദുരുദ്ദേശം ഇല്ല എന്നുള്ളത് പത്മകുമാർ വാദമായിട്ട് ഉന്നയിച്ച ഘട്ടത്തിലാണ് ബുദ്ധിപൂർവ്വം തന്നെ കുറ്റം ചെയ്യുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ചില എഴുതിച്ചേർക്കലുകൾ നടത്തുമെന്നുള്ള പരാമർശം ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും നിലവിൽ ഹൈക്കോടതിയുടെ മുന്നിൽ ഈ 3 ജാമ്യാപേക്ഷകളിലും വാദം തുടരുകയാണ്. ഓക്കെ രേഷ്മ.